ശരിക്കും പച്ചപ്പിന്റെ ഒരു വൈവിധ്യ കലവറയാണ് ഈ പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരായിട്ട് ദ്വീപിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു സീനറിയാ കാണുന്നത്. ഒരു ചേട്ടനുണ്ട്. ഈ ചേട്ടന്റെ അടുത്തു നിന്നാണ് നമ്മൾ ഈ പാതിരാമണലിലേക്ക് കയറുന്നതിന് ടിക്കറ്റ് എടുക്കുന്നത്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് നിരക്കായിട്ട് ഈടാക്കുക. She has come for 3 months to this one training. You come? Japan. Shall I take one picture? ദ്വീപിനെ പറ്റിയുള്ള ചെറു വിവരണങ്ങൾ അടങ്ങിയ ഒരു ബോർഡ് നമുക്കിവിടെ കാണാം. അതിൻ്റെ അതിൽ പരിസ്ഥിതി ശാസ്ത്ര പഠന വിഭാഗം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നുള്ള ഒരു ലഘു പഠന റിപ്പോർട്ടാണ്. പാതിരാമണൽ ദ്വീപിലേക്ക് അകത്തേക്ക് കയറുകയാണ്. നല്ല കിളികളുടെ ശബ്ദങ്ങളും ചെറിയ ചീവീടിൻ്റെ അലകളും നമുക്ക് നല്ല കാറ്റും ഇതിൻ്റെ അതിലോട്ട് കയറി കഴിയുമ്പോഴത്തേന് നമുക്ക് വേറൊരു വൈബാണ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ചുറ്റും പലതരം ചെടികളും പലതരം മരങ്ങളുമുണ്ട്. അതേപോലെ തന്നെ ഈ പാതിരാമണലിനെ വൈവിധ്യവൽക്കരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തിലുണ്ട്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് സപുഷ്പികളായിട്ടുള്ള 181 ഇനങ്ങൾ സസ്യവൈവിധ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് പന്തൽ സസ്യങ്ങളെന്നറിയപ്പെടുന്ന 9 കൂട്ടം പന്തൽ സസ്യങ്ങൾ, ദേശീയജാതികൾ 4 കൂട്ടം. ഏകദേശം ഇവിടെയുള്ള മരങ്ങൾ തന്നെ 53 കൂട്ടം മരങ്ങളുണ്ട്. കുറ്റിച്ചെടികൾ 22, ചെറുസസ്യങ്ങൾ 73, വള്ളിച്ചെടികൾ തന്നെ 13 തരം വള്ളിച്ചെടികളുണ്ട്. തുമ്പികൾ 24 ഇനങ്ങളുണ്ട്. ചിത്രശലഭകൾ 34, ഏകദേശം 23 ഇനം ചിലന്തികളും ഇവിടെയുണ്ട്. അതേപോലെ തന്നെ പക്ഷികൾ 93 ഇനം, മത്സ്യങ്ങൾ 44 ഇനം. ഇത്രയും വൈവിധ്യകരമായിട്ടുള്ള ഒരു ദ്വീപ് നമ്മുടെ നാട്ടിലില്ല. ഇതിൻ്റെ ആദ്യം കൂടെ നമുക്ക് നടന്നു പോകാൻ പ്രത്യേക സന്തോഷമാണ്. മനുഷ്യൻ്റെ വാസമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ മലിനമാക്കപ്പെട്ടിട്ടില്ല. വരും തലമുറകൾക്ക് പഠിക്കാനുള്ള അനേക സംഭവങ്ങൾ ഈ ഒരു പാതിരാമണൽ ദ്വീപിനകത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പാതിരാമണലിലെ അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ഇടയിലെല്ലാം നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ചെറിയ ബെഞ്ചുകളുണ്ട്. ആ ബെഞ്ചുകളൊക്കെ മുളയും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നോക്കുമ്പോഴത്തേന് അവിടെ ഒരു SNDPയുടെ ഒരു മന്ദിരമുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് അവിടെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ചെയ്തു. നമുക്ക് കുപ്പിയോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ വേണ്ടി ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്തതായിട്ടുള്ള ഒരുപാട് വൃക്ഷങ്ങൾ. ഇതൊക്കെയാണ് സസ്യങ്ങളുടെ കലവറയെന്നൊക്കെ പറയുന്നത്. നമ്മൾ കാണാത്തതായിട്ടുള്ള ഒരുപാട് വൃക്ഷങ്ങളും ചെടികളും വള്ളിച്ചെടികളും എല്ലാം നമുക്കിവിടെ കാണാം. ശരിക്കും പ്രകൃതിയുടെ മനോഹാരിത നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പാതിരാമണൽ. മനുഷ്യവാസം ഒന്നുമില്ലാത്തതിനാൽ ഇത് ഇപ്പോഴും നല്ലതായിട്ട് കാണുന്നു. ഈ പാതിരാമണൽ ദ്വീപ് മുഹമ്മ പഞ്ചായത്തിന് കീഴിലാണ്. അങ്ങനെ ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് ചെറിയ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. കുട്ടികളും അതേപോലെ തന്നെ വലിയവർക്കും എല്ലാം തന്നെ ഇങ്ങനെ ഇരുന്ന് ആടാനൊക്കെ പറ്റും. ആ ഒരു തണുത്ത കാറ്റും ഒക്കെ അടിക്കുന്നുണ്ട്. വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ നമുക്ക് ഊഞ്ഞാല് പോലെ ആടാം.
അതുപോലെ തന്നെ നമുക്ക് കയറി നമുക്ക് ഞാന്നാടാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ബോട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമുക്കിവിടെ ഏകദേശം അരമണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ബോട്ടിലുള്ള ചേട്ടന്മാർ നമ്മളെ വിളിക്കാനായിട്ട് വരും. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേന് അവിടെ ഒരു ഏറുമാടം കണ്ട്. അത് ഇച്ചിരി പൊക്കത്തിലാണ്, എന്നാൽ പോലും നമുക്ക് കയറാനുള്ള ഏണിയും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളും അങ്ങനെ ഏറുമാടത്തിൽ കയറുന്നു. നല്ല കാറ്റും അതേപോലെ തന്നെ ഈ ഏരിയ മുഴുവനും നമുക്ക് നല്ലൊരു വൈബിൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ബോട്ട് കിടക്കുന്നതും ദ്വീപിൻ്റെ ഏകദേശം ഒരു ഏരിയയും നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. Safe, eh? Safe. I've been in Mumbai, Goa, and now in Kerala, and then I go to Tamil Nadu, yeah, and Madurai, and then come back home. But I have 2 weeks more. Are you recording? Yeah? Have you got a TV channel or YouTube? Okay. So my name is Alejandro. I'm from Spain, and we are in Kerala joining. Thank you very much. Eh? Bye bye. നമ്മളിപ്പം പരിചയപ്പെട്ട വിദേശി ദേശങ്ങൾ ചുറ്റി നമ്മുടെ നാടായ കൊച്ചു കേരളത്തിലും വന്ന ഒരു പാരീസുകാരനാണ്. ബോട്ടിന്റെ സൈറൺ മുഴങ്ങി. ആ സൈറൺ മുഴങ്ങുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരുന്ന ടൈം അവസാനിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് പോവാണ്. അങ്ങനെ സമയം ഏകദേശം 1 മണിയായി. നമുക്ക് അന്നേ നല്ല വിശപ്പും വന്നു. നമ്മൾ പാതിരാമണിൽ ഇറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേന് നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരെല്ലാം നമുക്ക് ഫുഡ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ക്യൂ നിന്ന നമ്മൾ ഫുഡിന് വേണ്ടി നിൽക്കുന്നത്. ആ ടോക്കൺ നാട്ടിൽ 2 രീതിയിലുള്ളതാണ്. ഒന്ന് നോർമൽ റൈസും കരിമീൻ കൂട്ടിയുള്ളതും. ഈ 2 തരത്തിലുള്ള ഊണാണ് നമുക്കുള്ളത്. ഇപ്പൊ നോർമൽ റൈസിന്റെ അതില് 100 രൂപയും അതിന് കരിമീനൂടെ വേണമെന്നുണ്ടെങ്കിൽ 220 രൂപയാണ് നമുക്ക് ചാർജ് ആയിട്ട് എടുക്കുന്നത്. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടാണ് നമ്മൾ വിദേശികളും സ്വദേശികളും എല്ലാം തന്നെ ക്യൂ നിന്ന നമ്മൾ ഈ ഫുഡ് മേടിക്കാനായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഊണിനുള്ള വിഭവങ്ങൾ മീൻകറി, ചെറിയൊരു കഷ്ണം മീൻ വറുത്തത്, ഒരു അച്ചാറ്, അവിയല്, തോരൻ, കരിമീന്, പച്ചടി, സാമ്പാറ്, മോര്, ഇത്രയും വിഭവങ്ങളുള്ള വിഭവസമൃദ്ധമായിട്ടൊരു സദ്യയാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. അതും അത്യാവശ്യം നല്ല രുചിയുള്ള ഒരു ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ ദ്വീപിനോട് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഓണൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഐസ്ക്രീം കഴിച്ചാൽ നല്ലതല്ലേ. ഇവിടുത്തെ കുടുംബശ്രീ ചേച്ചിമാർ തന്നെ ഐസ്ക്രീം, ചായ, വട അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ ഈ ബോട്ടിലുണ്ട്. നമുക്ക് മിനറൽ വാട്ടറോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സജ്ജമായിട്ട് ഈ ബോട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഐസ്ക്രീമിന് 60 രൂപയാണ് റേറ്റ് ആയിട്ട് എടുത്തേക്ക്. ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഈ പ്രകൃതിയുടെ മനോഹാരിത കണ്ട് നമ്മൾ അടുത്ത കുമരകം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക.
ദ്വീപിൽ നിന്ന് വേമ്പനാട്ട് കായലിന്റെ വീതിയേറിയ ആ പ്രദേശം താണ്ടി മെല്ലെ നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അക്ഷരനഗരിയിൽ നിന്നും 3 ഇല്ലുകളുടെ നാടകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കോട്ടയം അല്ലെ. അങ്ങനെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ തീരവും നമ്മൾ രാവിലെ മുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അറബിക്കടൽ പോലെ വിശാലമായ ഈ വേമ്പനാട്ട് കായലിന്റെ കിഴക്കേ തീരവുമായ ലോകപ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന കുറച്ച് റിസോർട്ടുകൾ ഇങ്ങനെ കാണും. അതാണ് കുമരകം അല്ലെ. ഏകദേശം താജ്, റാഡിസൺ, കാസിനോ തുടങ്ങിയ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഉൾപ്പെടെ ഏകദേശം ഒരു 35-40ഓളം റിസോർട്ടുകൾ ചെറുതും വലുതുമായി 15-16 കിലോമീറ്റർ മാത്രം നീളത്തിൽ കിടക്കുന്ന ഈ വേമ്പനാട്ട് കായലിന്റെ കിഴക്കേ തീരത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും നമ്മുടെ ഈ കൊച്ചു കുമരകം എന്ന ഗ്രാമത്തെ വേറിട്ട് നിർത്തുന്നത്. പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ലോകത്ത് അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി കുമരകം മാറാനായിട്ട് വഴിതെളിച്ചത്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പഞ്ചനക്ഷത്ര റിസോർട്ടുകളുടെ ശ്രേണി ഉൾപ്പെടെ 35-40 റിസോർട്ടുകൾ. പിന്നെയോ നമ്മുടെ വേമ്പനാട്ട് കായൽ അല്ലെ. അപ്പോൾ നമ്മൾ ഈ ഇടതുഭാഗത്തായിട്ട് കാണുന്നതാണ് ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് വില്ലകൾ. ഒരു ദിവസം അവിടെ താമസിക്കാൻ വേണ്ടി 60,000 രൂപ വരെയാണ് റേറ്റ് ആയിട്ട് എടുക്കുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞു. കുട്ടനാടിന്റെ പ്രധാന കാർഷിക രീതി എന്ന് പറയുന്നത് നെല്ലുകളാണ്. അവർക്ക് കൃഷി ചെയ്താണ് അവിടുത്തെ ആളുകളൊക്കെ ജീവിക്കുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1.5 അടി താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു വെള്ളപ്പൊക്കമോ ചെറിയ എന്തെങ്കിലും ബണ്ട് തകർച്ചയോ വല്ലതും വന്നു കഴിയുമ്പോഴത്തേന് കുട്ടനാടിന് കൃഷി മുഴുവനും നശിക്കുകയും അതൊരു വലിയ ദുരന്തമായിട്ട് കാണുകയും ചെയ്യുന്നത്.
ഡോക്ടർമാർക്ക് നല്ലൊരു കൈ. ഞങ്ങൾ ഒരു 5 ജീവനക്കാരല്ലേ, ഓടിക്കുന്ന ആളെ തൊട്ട് പരിചയപ്പെടാം. താടിക്കാരൻ ഞങ്ങളുടെ പ്രോയാണ് അല്ലേ, ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം. അപ്പൊ സുമേഷ് എന്നാണ് മൂപ്പറുടെ പേര്, ഇത് സുരാജ്, മൈസെൽഫ് രാജേഷ്, പ്രസാദ്, ഞങ്ങൾ 5 പേര്. അപ്പൊ നല്ലൊരു കയ്യടിയോട് കൂടി നമുക്ക് ആയാലും ബാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരും വളരെ പൊളൈറ്റായിട്ട് ഇത്ര സ്നേഹത്തോടുകൂടി ഇത്ര വിനയത്തോടുകൂടി അദ്ദേഹം സംസാരിച്ചത് നമുക്ക് അതിനകത്ത് അദ്ദേഹത്തിന് വലിയ ക്ലാപ്പുള്ളൂ. കാര്യം ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോലും ദേഷ്യപ്പെട്ടേ. ആ ഒരു അവസരത്തിൽ അതാണ് ഹോസ്പിറ്റാലിറ്റിയുടെ ആ ഒരു മാനേജ്മെന്റ്. വളരെ നല്ല രീതിയിൽ നമ്മളെ എന്റർടൈൻ ചെയ്യിച്ചു, മുഴുവൻ കാഴ്ചകൾ കാണിച്ചു. കാഴ്ചകൾ കാണിക്കുന്നതിനുപരിയായിട്ട് അദ്ദേഹത്തിന്റെ അവതരണം എത്ര വിശദമായിട്ട് വളരെ പക്വമായിട്ട് നമ്മളെ ഓരോരുത്തർക്കും പലതവണ ഒരു കാര്യത്തിന് പലതവണ പറഞ്ഞു. പക്ഷെ പലതവണ പറയുമ്പോൾ നമുക്ക് പോകാറില്ല. കാര്യം കറക്റ്റായിട്ട് അത് നമ്മളിലേക്ക് മനസ്സിലാക്കിച്ചു തരാൻ കഴിയുന്ന അത്ര കഴിവുള്ള ഒരു പരിപാടിയായിരുന്നു. വളരെ നന്നായിരുന്നു. അതുമാത്രമല്ല, ഇനിയും ഇതുപോലുള്ള ഏതൊക്കെ അവസരങ്ങൾ കിട്ടിയാലും ഏതൊക്കെ ടീമിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞാലും ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഈ കുടുംബങ്ങൾക്ക് മുഴുവൻ പേർക്കും, പ്രത്യേകിച്ച് നമുക്ക് ഭക്ഷണം തന്ന ചേച്ചിമാർക്കും ഹൃദയത്തിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് ഷാരൂഖ്. വടശ്ശേരിഗിരി എന്ന് പറയുന്ന സ്ഥലത്തിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ 5 പേരാണ്. ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പിനായിട്ട് വന്ന് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ 5 പേരുടെ മനസ്സ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു യാത്രയാണ് ഈ ഒരു വേഗാബോട്ടിന്റെ ടൂർ സർവീസ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷ്വൽസ് ഒക്കെ മിസ്സായി കാണുമായിരിക്കും അല്ലേ? ആ വിഷ്വൽസ് എല്ലാം തന്നെ ഞങ്ങള് ആവശ്യമാണെന്ന വണ്ണം എല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ദ നാവിഗേറ്റർ എന്നാണ്. ഈ ചേട്ടന്മാരോട് ഞങ്ങൾക്ക് അക്കമഴിഞ്ഞ നന്ദിയുണ്ട്. കാരണം നമുക്കിപ്പോൾ ഈ ഒരു 10,000, 20,000, 30,000 രൂപയുടെ ബോട്ടിൽ പോയാലും ഒരു ദിവസത്തെ ട്രിപ്പിന് പോയെന്ന് പറയും. ഇത്രയും പേർക്ക് എന്തായാലും ഒത്തിരി പൈസയാവും. 30,000 രൂപയുടെ ഒരു പൈസ കൊടുത്തൊരു ബോട്ടിൽ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും സന്തോഷം കിട്ടത്തില്ല. നമ്മൾ വന്നു, കഴിച്ചു, ഉറങ്ങി, തീർന്നു, പോയി, ഇത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാ A to Z കാര്യങ്ങളും ഒരു സഹോദരനെ പോലെ ഇല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്തിനെ പോലെ എല്ലാ കാര്യങ്ങളും ഇവർ നമുക്ക് പറഞ്ഞു തന്നു. ഇതിൻ്റെ അതിൽ ഏറ്റവും അകമഴിഞ്ഞുള്ള നന്ദി ഞങ്ങൾക്ക് എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നന്ദിയെ അറിയിച്ചു കൊടുക്കും. വാക്കുകൾ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് അപ്പുറമായിട്ട് അകമഴിഞ്ഞ നന്ദി ഞങ്ങളിപ്പോൾ രേഖപ്പെടുത്തുന്നു. ഞങ്ങളിനി ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ നമുക്ക് റെക്കമെൻഡേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സൂപ്പറാണ്. ഇനിയും 100 വർഷങ്ങൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. നമസ്കാരം. നിങ്ങളുടെയൊക്കെ പെരുമാറ്റവും ഇവിടുത്തെ എല്ലാവരുടെയും ഒരു സ്വഭാവമൊക്കെ കണ്ടപ്പോ ഇത് പൊതുമേഖല തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങനെ സാധാരണ എനിക്ക് വലിയൊരു അനുഭവം. കാരണം ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പം നിങ്ങള് ഒരു സർക്കാർ ആശുപത്രിയിലൊക്കെ പോകുമ്പോ പലർക്കും അങ്ങനെ ആണല്ലോ, ഈ ഉണ്ടാവുന്ന പെരുമാറ്റം കൊണ്ടാണ് അധികം പ്രൈവറ്റ് ആശുപത്രികൾ പൊന്തി വന്നതെന്നുള്ളൊക്കെ അഭിപ്രായം പല നാട്ടിലൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള സംരംഭം, ഇങ്ങനെയുള്ള ജീവനക്കാര് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ ജീവന തുല്യം ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ കൂടിയായിട്ടുള്ള ഞാൻ ഈ പൊതുമേഖല വളർന്നു വരുന്നതിലും അതിലെ ജീവനക്കാരിങ്ങനെ ആളുകളെ ആകർഷിക്കുന്ന പെരുമാറ്റം കാണിക്കുമ്പോൾ നമ്മൾക്ക് വളരെ ആവേശമാണ്. ഇന്ത്യ ഇനിയും വളരും. ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ സഞ്ചാരികൾ വരട്ടെ. നമ്മുടെ ഈ മേഖല വളർന്ന് വികസിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ആലപ്പുഴ ബോട്ടിജെട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി. ഈ സ്റ്റാഫുകളുടെ നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഈ ഒരു ബോട്ട് യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേന് ശരിക്കും മിസ്സാവുന്നത് ഇവിടെ ഉള്ള എല്ലാവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ആണ് നമുക്ക് മിസ്സായി പോകുന്നത്. ഏകദേശം 5 മണിക്കൂറോളം നമ്മൾ ഈ ബോട്ടിൽ ചെലവഴിച്ച് മറക്കാനാവാത്ത ഒരു അനുഭവം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. 100% ഉറപ്പായിട്ട് നമ്മൾ വീണ്ടും പറയും.
നമ്മളിത് 100% വേറെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ബോട്ടിലേക്ക് വീണ്ടും വരണമെന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ട് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്.